മിഡിൽ ഈസ്റ്റിലെ ഒരു അറബ് രാജ്യം ആണവായുധ രാജ്യമായി വല്ലാതെ വൈകാതെ ഉരുത്തിരിയാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. അതിലേക്കാണ് ട്രംപിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് അവസാന ഭാഗം എത്തിച്ചേരാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നത്. ഇന്ന് നിലവിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ മാത്രമാണ് ആണവായുധമുള്ളത്. ചുറ്റുഭാഗമുള്ള രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിലൊന്നും ആണവായുധം ഇല്ല. അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം, ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യങ്ങളിലും ആണവായുധമില്ല എന്ന് മാത്രമല്ല, ഈ മേഖല ആകപ്പാടെ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുകയും അവരുമായിട്ട് നേരിട്ട് നയതന്ത്ര ബന്ധം പതിറ്റാണ്ടുകളോളം നിലനിൽക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ്. അത് സൗദി അറേബ്യ, ഖത്തർ, ഒമാനും ബഹ്റൈനും UAE ഒക്കെ ചേരുന്ന ആ ഏരിയ നോക്കുകയാണെങ്കിലും, ഇനി ജോർദാന്, ഈജിപ്ത്, ഈ സിറിയ പോലെയുള്ള, സിറിയാണ് ഈ കുറച്ചെങ്കിലും മാറി നിൽക്കുന്നത്, ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിലും അമേരിക്കയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ സിറിയയുടെ അകത്ത് അമേരിക്കൻ വിരുദ്ധ ചേരി എന്ന് പറയുന്നത് അത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗമായിട്ടാണ് മാറുന്നത്. അത് ഷിയ മിലീഷ്യകളായിട്ട് നിലനിൽക്കുന്നു. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ പൂർണ്ണമായ രീതിയിൽ അമേരിക്കയോടൊപ്പമാണ്. ലെബനാനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് അമേരിക്കയോടൊപ്പവും അവിടെയുള്ള പ്രോക്സി വിഭാഗം ഇറാനൊപ്പവുമാണ്. ഒമാനെ സംബന്ധിച്ചിടത്തോളം, ലെബനാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും അമേരിക്കയോടും ഇസ്രായേലിനോടും അനുഭാവം പ്രകടിപ്പിക്കുന്നതാണ്, ഇസ്രായേലിനോടില്ലെങ്കിലും അമേരിക്കയോട്. അപ്പോൾ ഇവർക്ക് ഈ മേഖല മുഴുവൻ ഒറ്റക്ക് നിലനിൽക്കാൻ വേണ്ടി, അതായത് അമേരിക്കക്ക് ഒറ്റക്ക് നിലനിൽക്കാൻ എന്ന് പറയുന്ന സമയത്ത് ഈ പറയപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടാൻ മാത്രം സ്വാധീനം ഈ മേഖലയിൽ അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം പ്രതിരോധ സംവിധാനം എത്രത്തോളമുണ്ട്, ആയുധം എത്രത്തോളമുണ്ട്, അതിനെത്രത്തോളം ബലവും ശക്തിയുമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാര്യം 90% ഇവിടെ ഈ പറയപ്പെട്ട രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അമേരിക്കയുടെ നിർമ്മിതിയാണ്. അവരാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബലവും ശക്തിയൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റുന്നതാണ്. പേജർ പോലും സ്ഫോടക വസ്തുവായി ഉപയോഗിക്കാൻ മാത്രം തന്ത്രമുള്ളവരാണ് ഇസ്രായേലിയർ എന്ന് ലെബനാനിൽ നടത്തിയ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ആയുധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നുള്ളത് ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യപൂർവ്വമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്നത്. അതിന് ഒരുപാട് രാഷ്ട്രീയമായിരിക്കുന്ന മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക തന്നെ കാണുന്ന മാനം എന്ന് പറയുന്നത് അറബ് ലോകങ്ങൾ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്നു പോവുകയും ചൈനയും റഷ്യയുമായുള്ള രാജ്യങ്ങളുമായിട്ട്, അതായത് അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളുമായിട്ട് സഹകരണം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറമായ രീതിയിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധം, 1.5 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നേരിട്ടല്ലെങ്കിൽ പോലും പൂർണ്ണമായിരിക്കുന്ന പങ്കാളിത്തം നൽകുന്നത് ഇറാനാണ്. ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്നു. അതിൻ്റെ കാര്യം അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളതാണ്. ഇറാനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെ പേടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ കഴിയുന്നത്. അതിന് അവർ ഉദാഹരണം പറയുന്ന കാര്യം ഇതാണ്. ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമനെതിരെ, അതായത് ഹൂത്തി വിഭാഗത്തിനെതിരെ ഏകോപനത്തോടു കൂടി നിൽക്കണം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ, അന്ന് അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹം എല്ലാ അറബ് രാജ്യങ്ങളോട് പറഞ്ഞു. ആരും അത് സ്വീകരിച്ചിട്ടില്ല, എല്ലാവരും അത് നിരാകരിച്ചു എന്ന് മാത്രമല്ല സൗദി അറേബ്യ ഒന്നുകൂടി കടുത്ത ഭാഷയിൽ പറഞ്ഞു, ഹൂത്തികൾക്കെതിരെ, അതായത് യമനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇത് അവിടെ എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്ക ഒരു പഠനം നടത്തി. വളരെ പെട്ടെന്ന് അമേരിക്കയുടെ നയത്തിനും നിലപാടിനും വിരുദ്ധമായ രീതിയിൽ പരസ്യമായിരിക്കുന്ന ഒരു സമീപനം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ കാരണം ഉണ്ടാവുമല്ലോ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം, അവർ ഇറാനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഇറാനൊക്കെ കയ്യിൽ ആണവായുധ ശക്തിയുണ്ട്, അവർക്ക് വേണമെങ്കിൽ ആക്രമിക്കാൻ അക്രമ ധൈര്യമുള്ളവരും യുദ്ധം ചെയ്തവരും യുദ്ധപരിചയമുള്ളവരുമാണ് എന്നതിനാൽ ഇറാനെ ഒരു ഭയപ്പാടോട് കൂടിയാണ് അറബ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. യുദ്ധത്തിൽ യമനെ നേരിട്ട് സഹായിക്കുന്ന രാജ്യം ഇറാനാണ്. അങ്ങനെ വരുന്ന സമയത്ത് യമനെതിരെ അല്ലെങ്കിൽ ഹൂത്തി വിഭാഗത്തിനെതിരെ അമേരിക്കയോട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഇറാനെതിരെയുള്ള പരസ്യ യുദ്ധമായിട്ട് അവർ കണക്കാക്കിയാൽ തീർച്ചയായിട്ടും ഇറാൻ്റെ ആക്രമണം അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ശത്രുതാ രീതി അറബ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവാനുള്ള സാധ്യത അമേരിക്കക്ക് മനസ്സിലായി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു നിലപാട് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അനുകൂല അല്ല ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാട് എടുക്കാതിരിക്കാൻ
ഇറാൻ വലിയ ശക്തിയായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അവർ വല്ലാതെ രീതിയിലൊന്നും വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല. പക്ഷെ നിലപാടുണ്ട് എന്നുള്ളതും ആ നിലപാടിനനുസരിച്ച് അവർ നീങ്ങുമെന്നുള്ളതും അമേരിക്ക അടക്കമുള്ള രാജ്യത്തിന് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇറാനെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ പേടിക്കുന്നു, അവരുടെ നിലപാടിനൊക്കെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്നു എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കുന്ന കാര്യം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊന്നും ആണവായുധമില്ല എന്നുള്ളത് മാത്രമാണ്. ഒരു ആണവായുധമുള്ള രാജ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയപ്പാടുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ആണവായുധം ഉപയോഗിച്ചാൽ തിരിച്ചു ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും ആണവായുധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനിടയിൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഗസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. പിന്നീട് അദ്ദേഹം മധ്യസ്ഥാനത്ത് മാറ്റമൊക്കെ ചെയ്തു, വലിയ വിഷയമായിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കുമെന്ന് പറയണമെങ്കിൽ അവിടെ കൈവശത്തിൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ പേടി ഉണ്ടാവുക. ഇറാനെ ഇസ്രായേൽ പേടിക്കുന്നത് അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നതിനാലാണ്. മിഡിൽ ഈസ്റ്റിൽ ഇത്തരം ഒരു നിലപാടിലേക്ക് അമേരിക്ക മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് ഒരുപാട് അർത്ഥതലങ്ങളും കാര്യങ്ങളുണ്ട്. സൗദി അറേബ്യ ഇതിനു മുൻപ് അമേരിക്കയോട് 2-ലധികം പ്രാവശ്യം അല്ലെങ്കിൽ 2-ലധികം അമേരിക്കയുടെ പ്രസിഡന്റുമാരോട് തങ്ങൾക്ക് ആണവായുധം വേണം, സമാധാന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആണവായുധ സംവിധാനങ്ങൾ കാര്യങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അമേരിക്ക തങ്ങളെ ഒരിക്കലും അത് നൽകില്ല എന്നുള്ളതും അത് വലിയ വിഷയത്തിലേക്ക് എത്തും. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട്, അത് സമാനമായ രീതിയിൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ കൈവശത്തിലും എത്തുന്ന സമയത്ത് അത് ഏത് തരത്തിലാണ് അത് അവസാനിക്കുക എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി UN സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമേയം വന്നു. അത് UAE ആണ് പ്രമേയം അവതരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെ അമേരിക്ക എതിർക്കുകയും ചെയ്തു. അതോടുകൂടി അത് ഏറെക്കുറെ അവസാനിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. സൈനികപരമായ രീതിയിൽ വലിയ ബലവും ശക്തിയുള്ള ഒരു രാജ്യമായി മാറ്റണം സൗദി അറേബ്യ എന്നുള്ളത് നിലവിലെ കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിൻ്റെ ആദ്യകാലത്ത് തന്നെയുള്ള അഭിപ്രായമാണ്. അതിനോടനുബന്ധിച്ച് പല ഘട്ടങ്ങളിലും നയതന്ത്ര ബന്ധങ്ങൾ നേരിട്ടുള്ള അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിന്ന് അകൽച്ച വന്നതിനോടനുബന്ധിച്ച് ഇതൊരിക്കലും അമേരിക്കയിൽ നിന്ന് ലഭ്യമാവാൻ സാധ്യതയില്ല എന്ന് സൗദി മനസ്സിലാക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ അത് കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ട് സഹകരിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് 100% സൗദിക്ക് അറിയാവുന്നത് കൊണ്ട് ഇത്രയും വലിയ ബന്ധം, അതായത് ഇറാനും റഷ്യയും തമ്മിലുള്ള അത്രയും വലിയ ബന്ധം സൗദി അറേബ്യയും ഈ റഷ്യയും തമ്മിൽ ഇല്ല എന്നതിനാൽ ഇറാനെ മധ്യസ്ഥരാക്കിക്കൊണ്ട് ഒരു ശ്രമം സൗദി അറേബ്യ നടത്തി. പ്രതിരോധ മന്ത്രി അവിടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ താല്പര്യ കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില മീഡിയകളൊക്കെ അതിൻ്റെ പരാമർശങ്ങളൊക്കെ പറയുന്നുണ്ട്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സൗദി അറേബ്യ ഇറാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഒരു മധ്യസ്ഥർ എന്ന നിലക്ക് റഷ്യയുമായിട്ട് സാധിക്കാൻ അത്രയും വലിയ ബന്ധകാര്യങ്ങളൊക്കെ ഉണ്ട് എന്നതിനാൽ അങ്ങനെയാണ് ആ കാര്യങ്ങൾ പോകുന്നത്. ഇത് അമേരിക്ക മനസ്സിലാക്കുകയും റഷ്യയുടെ കൈവശത്തിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് ആണവായുധത്തിൻ്റെ ഏതെങ്കിലും മുനകൾ, അതല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സൗദി അറേബ്യക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ മിഡിൽ ഈസ്റ്റ് അപ്പാടെ അമേരിക്കയിൽ നിന്ന് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയും റഷ്യയും ചൈനയുമായി നേരിട്ട് ഇടപാട് നടത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഒരു തീരുമാനമെടുക്കുന്നു. ഈ സ്ഥലത്ത് വരുന്നു. എല്ലാ കാര്യവും നമ്മൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഈ രാഷ്ട്രങ്ങളും അതിൻ്റെ ഭരണാധികാരികളും തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരിക്കലും പുറത്തു വരില്ല. അതിൻ്റെ ഒരു 30-40% മറ്റുള്ളവർ കാണുന്ന സമയത്ത് അത്യാവശ്യം ഞങ്ങൾ തെറ്റില്ല എന്നൊക്കെ ബോധ്യപ്പെടുന്ന രീതിയിലും വലിയ സംഖ്യയുടെ ഇടപാട് കാര്യങ്ങളാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്, ഇവർക്ക് ഇങ്ങോട്ടും താല്പര്യമുണ്ട്, അവിടുത്തെ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വളരെ വൈകാരികപരമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരിക. ആന്തരികപരമായി നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരിക്കലും പുറത്തു വരില്ല. ഇത്തരം കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ അല്ലാത്ത ഒരു രാജ്യത്തിന് ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യം തന്നെ അറിയാവുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനും ഈ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളുമായി തമ്മിൽ യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്. പതിറ്റാണ്ടുകളോളം അവർ പണിഞ്ഞു നിന്നതാണ്.
അപ്പോൾ അവരുടെ നയങ്ങളും നിലപാടിനും എതിരെയുള്ള അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിന്ന രാജ്യങ്ങളാണ് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ട് ഇത് അവർക്കൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ അറബ് രാജ്യങ്ങൾക്ക് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്ക് ആണവായുധത്തിൻ്റെ ഫോർമുല കിട്ടുക, അതിൻ്റെ സംവിധാന രഹസ്യങ്ങളോ കിട്ടുക എന്ന് പറയുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നിലവിലുള്ള സാഹചര്യത്തിനേക്കാൾ ഏകദേശം 100 ഇരട്ടിയെങ്കിലും ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതും കൂടി അവർ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതൊന്നും പരസ്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഇപ്പോഴും ആണവായുധം ഉണ്ട് എന്ന് പല ആളുകളും പറയുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവരും പറയുന്നത് ഉണ്ട് എന്ന് 100% സമ്മതിക്കാൻ വേണ്ടി ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇസ്രായേൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ ഏതെങ്കിലും ഒരു മന്ത്രി തങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പ്രധാനമന്ത്രി പറയുന്നത് അത് നിഷേധിക്കുകയാണ് ചെയ്യുക. ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഇല്ല, അത് വിവരക്കേട് പറഞ്ഞ് അതുകൊണ്ട് മധ്യസ്ഥാനത്ത് നീക്കിയിരിക്കുന്നു. സമ്മതിക്കാൻ പല ആൾക്കാരും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ മേഖല സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ആണവായുധമുള്ള ഒരു രാജ്യം മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഉണ്ടാവുകയും അതിന് സഹായങ്ങൾ അമേരിക്ക നൽകുകയും ചെയ്യുമ്പോൾ വലിയ ബന്ധങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുമെന്ന് കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ആണവായുധ രാജ്യത്തിന് സാധിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും ഇങ്ങനൊരു കരാർ വ്യവസ്ഥയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്.